മേഘ CPM-നെതിരെ ഇനി സംസാരിച്ചാൽ ജി സുധാകരനെ കൈകാര്യം ചെയ്യുമെന്നാണ് ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആർ നാസറിന്റെ ഭീഷണി. ഈ കൂടെ കടന്നവനെ രാപ്പനി അറിയുന്നൊരു ചൊല്ലുണ്ടല്ലോ. അപ്പോൾ ജി സുധാകരൻ ഈ ഒരു ഭീഷണി കേട്ട് പേടിക്കുമെന്ന് മേഘയ്ക്ക് തോന്നുന്നുണ്ടോ? ഭീഷണിയിലൊന്നും അങ്ങനെ കുലുങ്ങുന്ന ആളൊന്നും അല്ല ജി സുധാകരൻ. ഇപ്പോ ജി സുധാകരൻ കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകരോട് കയർത്ത സംഭവം വീഡിയോ നമ്മൾ കാണുകയുണ്ടായി. അത്തരം രീതികളോട്, അത്തരം ആറ്റിറ്റ്യൂഡിനോട് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഇതുപോലെ അദ്ദേഹം നീ പണ്ട് വർഗീയവാദി അല്ലേടാ എന്നൊക്കെ ചോദിക്കുന്നത് വളരെ മോശം പ്രവണതയാണ്. പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ നേതാവിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാവുന്നതിന്റെ ഏറ്റവും മോശപ്പെട്ട ഒരു പ്രതികരണമാണത്. അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഇതില് ഫ്ലിപ്പില് വെള്ളാപ്പള്ളി നടേശൻ അങ്ങനെയാണ് വന്നത്. അപ്പോൾ അത്തരത്തിൽ ഇനിയും മുന്നോട്ട് വർഗീയത പറയാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാനേ പറ്റുള്ളൂ. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, എം എം മണിയെ പോലെ വർഗീയ ഈ പറഞ്ഞ ഈ നാടൻ ഭാഷാ പ്രയോഗവും ഭീഷണികളും പറയുന്ന ഒരു വ്യക്തിയെ പോലും നമുക്ക് ആശയപരമായി പ്രശ്നമുണ്ടെങ്കിൽ പോലും എം എം മണിയെ കൊല്ലണം എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. നമ്മളത് പറയുകയാണ്. അത്തരത്തിൽ പറയുന്നവരോട് യോജിക്കാനും കഴിയില്ല. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, അതിനെ നമ്മൾ വിമർശനാത്മകമായി സംസാരിക്കുക, അത് പറയുക. അത് വലിയ റിവെഞ്ചിലേക്കോ അല്ലെങ്കിൽ അദ്ദേഹത്തെ ആക്രമിക്കുന്ന തരത്തിലേക്കോ കൊണ്ടുപോകുന്നതിനോട് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല. അത് നമ്മുടെ കേരള പൊളിറ്റിക്സിന്റെ കോണ്ടെക്സ്റ്റിൽ ഒരിക്കലും അത് അംഗീകരിച്ചു കൊടുക്കേണ്ട കാര്യമല്ല. ഇനി ജി സുധാകരൻ ഇത് പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ടാണ് ചെയ്തതെങ്കിൽ ഈ പറഞ്ഞ സഖാക്കളെല്ലാം ഇതിനെ നഖശികാന്തം എതിർത്ത് ഞങ്ങളുടെ സഖാവ് സുധാകരൻ അങ്ങനെ അല്ല, നിങ്ങൾ ഒരു ന്യായീകരണ കോട്ട തന്നെ സൃഷ്ടിച്ചേനെ അവർ. തീർച്ചയായിട്ടും. ഇപ്പോൾ ഈ കൂടെ നിൽക്കുന്നവർ ചെയ്യുന്ന തെറ്റാണെങ്കിൽ പോലും അത് തെറ്റാണെന്ന് പറയാൻ സഖാക്കൾ തയ്യാറാകാറില്ല. ഇനി മാറ്റം വന്നോ എന്ന് എനിക്കറിയില്ല. വരും ദിവസങ്ങളിൽ ഇപ്പോൾ കഴിഞ്ഞ 2-3 തെരഞ്ഞെടുപ്പുകളിലെ പരാജയമൊക്കെ കൊണ്ട് നമുക്ക് പരാജയത്തിൽ നിന്നല്ലേ നമ്മളൊക്കെ പഠിക്കുക. നമ്മൾ വീണെടുത്ത് നിന്നാണ് നമ്മൾ എണീറ്റ് പഠിച്ചൊക്കെ തുടങ്ങിയത്. അപ്പോൾ അതുപോലെ CPM വീണ്ടെടുത്ത് നിന്ന് എഴുന്നേറ്റ് പഠിച്ച് തുടങ്ങിയോ എന്നറിയില്ല. തുടങ്ങിയിട്ടുണ്ടാകാം. അങ്ങനെയെങ്കിൽ അത്രയും നല്ലത്. എന്തുതന്നെയായാലും പാർട്ടി വിട്ട് പോയി എന്നതിന്റെ അമർഷം തീർക്കുകയാണ് എന്നുള്ളൊരു ധ്വനി ഇതിലുണ്ട്. അത് ഈ പറഞ്ഞ സഖാക്കൾക്ക് തോന്നിയില്ല എങ്കിൽ പോലും കേൾക്കുന്നവർക്കും കാണുന്നവർക്കും അത് കൃത്യമായി തോന്നുന്നുണ്ടെന്നുള്ളതാണ്. ഈ ഒരു സ്കൂളിലെ മണ്ണെടുപ്പുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ ഒരു പ്രശ്നം വാക്കേറ്റത്തിൽ നിന്ന് കയ്യാങ്കളിയിൽ അവസാനിക്കുകയായിരുന്നു. അത് ആ ഒരു കയ്യാങ്കളി MLA-ക്കെതിരെയുള്ള ഒരു പ്രതിഷേധ മാർച്ചിൽ കലാശിച്ചു. ആ ഒരു പ്രതിഷേധ റാലിക്കിടയിലാണ് ഈ ജില്ലാ സെക്രട്ടറി ആർ നാസറിൻ്റെ കയ്യിൽ നിന്നും ഇതുപോലെ ജി സുധാകരനെ ശാരീരികമായി തന്നെ കൈകാര്യം ചെയ്തേക്കും എന്നുള്ളൊരു ഭീഷണി ഉയർന്നത്. ശരിക്കും ഈ ഭീഷണി ഉയർത്തുന്നത് സഹാക്കൾക്ക് പുത്തരിയുള്ള കാര്യമല്ല, ഒരിക്കലും അല്ല. ഇപ്പോൾ ജി സുധാകരന്റെ കാര്യം തന്നെ പറഞ്ഞാൽ പോലും ഇപ്പോൾ നടത്തുന്ന പ്രതികരണങ്ങൾ, ആറ്റിറ്റ്യൂഡ്, ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് എന്താണ് തോന്നുക? പഠിച്ച സ്കൂളിൽ നിന്നല്ലേ, പഠിച്ച സ്കൂളിന്റെ ആറ്റിറ്റ്യൂഡ് അല്ലേ കാണിക്കുള്ളൂ. പുള്ളിക്ക് ഈ പറഞ്ഞ ആറ്റിറ്റ്യൂഡ് ഇഷ്യൂസ് ഉണ്ട്. തമാശിക്കുന്നതല്ല. അദ്ദേഹത്തിന് ആ പറഞ്ഞ പ്രശ്നങ്ങളുണ്ട്. അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. അദ്ദേഹം പാർട്ടി വിട്ട് UDF-നൊപ്പം ചേർന്നു എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ CPM-ന്റെ ആശയത്തോട് വിട്ട് പുറത്തു വന്നു എന്ന് പറയുന്നത് കൊണ്ട് അദ്ദേഹം വിശുദ്ധനൊന്നും ആകുന്നില്ല. ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം അദ്ദേഹത്തിനുണ്ട്. ഈ പറഞ്ഞതുപോലെ ഇപ്പൊ ഒരു പ്രായം കഴിഞ്ഞ ആൾക്കാരെ തിരുത്താൻ കഴിയില്ലല്ലോ എന്ന് പറയുന്ന പോലാണ്. എന്നാലും എം എം മണിയൊക്കെ അടക്കി നിർത്തുന്നത് പോലെ UDF നേതൃത്വമെങ്കിലും ഇടപെട്ട് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആറ്റിറ്റ്യൂഡ്, മാനറിസംസ് ഒക്കെ നിർത്തണം എന്ന് തന്നെയാണ് അഭിപ്രായം. അതിപ്പോ ഒരു കോൺഗ്രസ്സുകാരൻ ചെയ്താലും, യൂത്ത് കോൺഗ്രസ്സുകാരൻ ചെയ്താലും, ഒരു സഖാവ് ചെയ്താലും, ഒരു ABVP-കാരൻ ചെയ്താലും അത് തെറ്റാണ്. പാർട്ടികൾക്ക് അതീതമായി വർഗീയത പറയാതിരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ BJP-യെ എതിർക്കാനുള്ള കാരണം എന്ന് പറയുന്നത് BJP-യുടെ പല നേതാക്കളും പലപ്പോഴായി നടത്തിയിട്ടുള്ള വർഗീയ പരാമർശങ്ങളാണ്. ഇത്തരത്തിൽ വർഗീയ പരാമർശങ്ങൾ നടത്താത്ത ആൾക്കാരോട് ചേർന്ന് നിൽക്കുന്ന BJP പ്രവർത്തകർ നമ്മുടെ നാടുകളിലൊക്കെ ഉണ്ടെങ്കിൽ അവരോട് നമുക്കൊരു സ്നേഹവും ബഹുമാനവും ഒക്കെ തോന്നാറുമുണ്ട്. ഞങ്ങളുടെ നാട്ടിലൊക്കെ 1-2 BJP ചേട്ടന്മാരുണ്ട്. ഇപ്പോൾ എൻ്റെ അപ്പച്ചൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്തുള്ള ചേട്ടൻ, പുള്ളി ഒരിക്കലും വർഗീയത പറയുന്നതോ അല്ലെങ്കിൽ ആരെങ്കിലും ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ എനിക്ക് അദ്ദേഹം BJP പ്രവർത്തകനാണെന്നുള്ളത് എന്നെ ബോധർ ചെയ്യുന്ന കാര്യമല്ല, എനിക്കത് പ്രശ്നമുണ്ടാക്കുന്ന കാര്യമല്ല. അത്തരത്തിൽ ധാർമ്മികമായി ഉയർന്ന തലത്തിലുള്ള ആൾക്കാരെ നമുക്ക് ഒരു പ്രശ്നവും ഉണ്ടാകില്ല. ഇപ്പോൾ ജി സുധാകരൻ UDF-നൊപ്പം നിന്നിട്ടാണെങ്കിലും LDF-നൊപ്പം നിന്നിട്ടാണെങ്കിലും നടത്തുന്ന വർഗീയ പരാമർശങ്ങൾ മോശം തന്നെയാണ്. അത് തിരുത്തപ്പെടേണ്ടതുണ്ട്. പക്ഷെ അത് തിരുത്തേണ്ടത് ഇങ്ങനെയല്ല. എന്തൊക്കെയാ പറഞ്ഞത്? നാക്ക് മുറിക്കും,
നാക്കിലാണിയടിക്കും, തല്ലി ഒടിക്കും. ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പൊ ഉള്ളിൽ കിടക്കുന്ന ഫ്രോഡ് ചിലപ്പോൾ പുറത്തു വരും എന്നൊക്കെ പറയുന്ന പോലെയാണ് ഈ കാര്യങ്ങൾ. ഉള്ളിലൊരു അക്രമ സ്വഭാവമുണ്ട്. ഇപ്പൊ സഖാക്കൾക്ക് ബേസിക്കലി നമ്മള് ഈ അറഗൻസ് ഉണ്ട് ഭയങ്കരമായിട്ട്. നമ്മൾ ഈ സഖാക്കളെ ശരിക്കും കണ്ടു തുടങ്ങുന്നത് കോളേജുകളിലാണ്, അടുത്തിടപഴകുന്നത് കോളേജുകളിലാണ്. അവിടെ മുതൽ നമ്മളിങ്ങനെ ഒരു ആശയപരമായ എന്തെങ്കിലും വ്യത്യാസം പറയുവാണെങ്കിൽ ഇങ്ങോട്ട് നീങ്ങിക്കൊരു ഒരു ഒറ്റ അടിയ നല്ല ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ. അത് എനിക്ക് തോന്നുന്നു ആ പാർട്ടി വളർന്നു വരുന്നതിന്റെ അല്ലെങ്കിൽ സീനിയേഴ്സിനെ കണ്ടു പഠിക്കുന്നതിന്റെ പ്രശ്നമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് ഈ പറഞ്ഞ കോളേജ് രാഷ്ട്രീയം മുതൽ തുടങ്ങി ഡിവൈഎഫ്ഐയിലേക്കും SFIയിൽ നിന്ന് ഡിവൈഎഫ്ഐയിലേക്കും അതിൽ നിന്ന് CPMന്റെ മുതിർന്ന നേതാക്കളിലേക്കും ഇത് പടർന്നു പോകുന്നുണ്ട്. ഈ കണ്ടു പഠിക്കുക എന്ന് പറയില്ലേ, ഇപ്പോ പിണറായി വിജയൻ സഖാവിനെ അല്ലെങ്കിൽ MV ഗോവിന്ദൻ മാഷിനെ കണ്ട് ആ ആറ്റിറ്റ്യൂഡ് അഡാപ്റ്റ് ചെയ്ത് അതായി ജീവിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അതൊക്കെയാണ് പ്രശ്നം എന്ന് പറയുന്നത്. ശരിക്കും പാർട്ടിക്ക് സംഭവിച്ച വലിയ പതനത്തിന്റെ കാരണം എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. ഇപ്പോൾ മേഘ പറഞ്ഞിരുന്നു, അതായത് നമ്മുടെ G സുധാകരൻ UDFിനോട് ചേർന്നു എന്ന്. UDFിനോട് അദ്ദേഹം ഒരു കാരണവശാലും ചേർന്നിട്ടില്ല, ചേർന്ന് പോകുമില്ല. അദ്ദേഹത്തിൻ്റെ രീതിയിലുള്ള ആ ഒരു സ്വതന്ത്ര MLA എന്നുള്ള ആ ഒരു സ്റ്റാൻഡിലാണ് ഇപ്പോഴും തന്നെ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു പാതി ഈ ഒരു കമ്മ്യൂണിസ്റ്റിൻ്റെ പാതിയാണ്. അത് ഒരു കാരണവശാലും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മരണം വരെ ആ ഒരു പാതിയിൽ നിന്ന് വിട്ടുവരാനോ അല്ലെങ്കിൽ അതിനെ ഉപേക്ഷിക്കാനോ അദ്ദേഹം തയ്യാറാകുന്നില്ല. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കാണുന്ന ഈ ഒരു ധാർഷ്ട്യം അല്ലെങ്കിൽ ഇതുപോലുള്ള ഒരു അരഗൻസ് എല്ലാം ഈ ഒരു CPM അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് സ്വഭാവത്തിൻ്റെ ഒരു ശൈലിയാണ്. സരസമായി സംസാരിക്കുന്ന അല്ലെങ്കിൽ ജനങ്ങളോട് വളരെ അടുത്ത് ഇടപഴകുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട്. VS അച്യുതാനന്ദനാവട്ടെ, EMS ആവട്ടെ, നയനാറാവട്ടെ, ഇവരിൽ നിന്നും ഈ ഒരു പൊതുജനങ്ങൾക്കോ അണികൾക്കോ ഇതുപോലുള്ള ധാർഷ്ട്യം അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. അല്ലെങ്കിൽ അവരെക്കുറിച്ച് ഇതുപോലെ ധാർഷ്ട്യം ആയിട്ട് ഒരാൾക്ക് പരാതി പറയാനുണ്ടായിട്ടില്ല. പക്ഷെ ഒരു ഡീക്കേഡിന് ശേഷം CPM എന്നുള്ള പാർട്ടിയിലേക്ക് ഈ അഹങ്കാരമോ അല്ലെങ്കിൽ ഈ ഒരു ആറ്റിറ്റ്യൂഡോ കിടന്നു വരികയാണ്. അതിൽ നിന്നാണ് ഈ ഒരു സാധാരണ അണി മുതൽ അങ്ങ് സംസ്ഥാന തലം വരെയുള്ള ഒരു നേതാക്കൾക്ക് ഈ ഒരു ധാർഷ്ട്യം വരുന്നത്. ആ ധാർഷ്ട്യം എന്നു മുതൽ ഈ ഒരു പാർട്ടിയുടെ കൂടെ കൂടിയോ അന്ന് ഈ പാർട്ടിയുടെ പതനം ആരംഭിക്കാൻ തുടങ്ങുകയായിരുന്നു. അതെ, ഇപ്പോൾ G സുധാകരൻ ഈ വിമതരെ പറ്റിയുള്ള പരാമർശങ്ങൾ ഉണ്ടായപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നെ അതിനകത്ത് കൂട്ടിക്കെട്ടുമൊന്നും വേണ്ട, അവരെ പറഞ്ഞാൽ മതി എന്ന് പറയുന്നുണ്ട്. അദ്ദേഹം ഈ പറയുന്ന പോലെ സഖാവ് തന്നെയാണ്. അദ്ദേഹത്തിന് പാർട്ടിയിലെ ആളുകളോടുള്ള വിദ്വേഷം അല്ലെങ്കിൽ ആളുകളോടുള്ള അതൃപ്തിയിൽ നിന്നാണ് പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് വന്നത്. അല്ലാതെ CPMന്റെ ആശയം കൊള്ളില്ല എന്ന് പറഞ്ഞായിരുന്നില്ല. അതുകൊണ്ട് തന്നെ UDF പിന്തുണയുണ്ടെന്നേ ഉള്ളൂ. അദ്ദേഹം ഒരിക്കലും കോൺഗ്രസ്സുകാരനായിട്ടില്ല, UDFകാരനായിട്ടില്ല. UDFിനൊപ്പം നിൽക്കുന്നു, UDF അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്നു എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടി ഉചിതം. ഇപ്പോൾ അതുപോലെ തന്നെയാണ് നമുക്ക് ഇപ്പോൾ കുറേ സഖാക്കന്മാർ UDFിനൊപ്പം നിൽക്കുന്നുണ്ട്. ഞാൻ ചവറ MLA ഷിബു ബേബി ജോണുമായിട്ടുള്ള ഇന്റർവ്യൂവിൽ അദ്ദേഹത്തിനെ അഭിസംബോധന ചെയ്തത് എന്നെ സഖാവെ എന്ന് വിളിച്ചിട്ടാണ്. അതൊക്കെ അവരങ്ങനെ തന്നെയാണ്. അവർ സഖാവ് എന്ന് വിളിക്കാൻ ആഗ്രഹിക്കുന്നു, വിളിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നു. അവരുടെ ആശയങ്ങൾ CPMനൊപ്പം തന്നെയാണ്. എന്നാൽ പോലും ഈ പറഞ്ഞ നേതൃത്വത്തിനൊപ്പം നിൽക്കാൻ പറ്റുന്നില്ല, പാർട്ടിക്കൊപ്പം നിൽക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ പാർട്ടിക്ക് ഒരു ആശയവും പ്രത്യയശാസ്ത്രത്തിന്റെ പുറത്താണ് ഇതെല്ലാം പടുത്തുയർത്തി വെച്ചിരിക്കുന്നത് എങ്കിൽ പോലും ഈ പറയുന്ന പോലെ ഇതിലുള്ള വ്യക്തികളും ഇതിൽ ഫാക്ടേഴ്സ് ആണ്. ഈ ധാർഷ്ട്യം നിറഞ്ഞ വ്യക്തികൾ അല്ലെങ്കിൽ അഭിപ്രായങ്ങൾക്ക് വില കൊടുക്കാത്ത വ്യക്തികളെല്ലാം ഇതിൽ ഫാക്ടേഴ്സ് തന്നെയാണ്. അപ്പോൾ ഇവരെല്ലാം സഖാക്കളായി തുടരും. ഇവർ വളർന്നു വന്ന സാഹചര്യവും പഠിച്ചു വന്ന രീതികളും തുടരും. ഷിബു ബേബി ജോണിന്റെ കാര്യമല്ല പറയുന്നത്, G സുധാകരന്റെ കാര്യമാണ് പറയുന്നത്. ഷിബു ബേബി ജോൺ ഒരു വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. ഞാൻ വിചാരിച്ചിരുന്ന ഭയങ്കര അറഗന്റ് ആയിട്ടുള്ള, ഞാൻ ഇങ്ങനെ ഇന്റർവ്യൂവിന് തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് പേടിയാവുന്ന ഒരു ഉത്തേട്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ തുടങ്ങാൻ പോയത്. പക്ഷേ ഹി വാസ് എ നൈസ് പേഴ്സൺ. ഈ പറഞ്ഞ ആറ്റിറ്റ്യൂഡ് ഇഷ്യൂസ് ഒന്നുമില്ല. അദ്ദേഹത്തിന്റെ ആ ഒരു സത്യപ്രതിജ്ഞ സഗൗരവമായിരുന്നു, ദൈവനാമത്തിലല്ല സഗൗരവം. അദ്ദേഹത്തിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് അനുസരിച്ചുള്ള ഒരു സൗമ്യതയുണ്ട്, എന്നാൽ തന്നെ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ക്രിസ്റ്റൽ ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡും ഉണ്ട് അദ്ദേഹത്തിന്. ഈസ് എ സ്വീറ്റ് പേഴ്സൺ. അപ്പോൾ പറഞ്ഞു വന്നത് G സുധാകരന്റെ കാര്യമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ കഴിവത് ഒഴിവാക്കുക. നിങ്ങളുടെ പാർട്ടിയിൽ CPMനോട് ചേർന്ന് നിന്നപ്പോൾ ഇതിനെ ന്യായീകരിക്കാൻ ഉണ്ടായിരുന്നവർ തന്നെ കല്ലെറിയുന്ന സാഹചര്യമുണ്ട്. ഇതിൽ നിന്ന് പിന്മാറേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു.